ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു പൈനാപ്പിൾ ഹൽവയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പൈനാപ്പിളാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറിയ പീസുകളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. 2 ബാച്ചായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തതിന് ശേഷം ഒരരപ്പിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ അരച്ചത് കാരണം നല്ല കട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പ് ഇച്ചിരി ചെറുതായതുകൊണ്ട് ഞാൻ അരിപ്പിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് അടുപ്പിലിട്ട് വെച്ച് കൊടുത്തിട്ട് പാത്രം ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കാഷ്യൂനട്ട് ബദാം ഏതുകൊണ്ട് എടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂനട്ട് എടുത്തൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അത് പാത്രത്തിലേക്ക് തന്നെ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസില്ലേ അതങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഉണ്ടല്ലോ ഒന്നുകൂടി ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് അടിയിലിങ്ങനെ കോൺഫ്ലവറൊക്കെ അടിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം കൈ വിടാതെ ഇളക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അത് കുറുകി വരുന്നതനുസരിച്ച് ഇടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിൽ കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ചേർത്തില്ല. അത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ബാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ പാത്രം ഒന്ന് നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കുറച്ച് ബാലൻസ് വന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതും കുറച്ച് പിസ്തയുടെ ക്രഷും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഹൽവ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു നെയ്യ് തടവിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൽവ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പം മാത്രമായിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാവുള്ളൂ. തണുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ആ പാത്രം അങ്ങ് തിരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ അത് ഡിമോൾഡ് ചെയ്തിട്ടുള്ളൂ. പതുക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പാത്രം മാറ്റാം. അടിപൊളിയായിട്ട് നമ്മുടെ പൈനാപ്പിൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹൽവയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.